ഒരാള് നമ്മുടെ വീട്ടിലുണ്ടായാൽ, ആവർത്തിച്ചു പറയുന്നു, മയക്കുമരുന്നടിക്കുന്ന ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായാൽ ആ കുടുംബം പിന്നെ എന്നേക്കുമായി തകരും. പെൺകുട്ടികളും ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ട ലിപ്സ്റ്റിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ലിപ്സ്റ്റിക് തേച്ചാൽ പോലും മയക്കുമരുന്നിന്റെ ആധിക്യത്തിലേക്ക് പോകുന്ന ലിപ്സ്റ്റിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികൾ അറിയുന്നില്ല ഏത് ലിപ്സ്റ്റിക്കിലാണ് ഈ മയക്കുമരുന്നുള്ളത് എന്ന്. നിങ്ങൾക്ക് വേണ്ടി മിഠായി ഇറങ്ങിയിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് സ്പെഷ്യലി. കാരണം ബർത്ത്ഡേ പാർട്ടിയുടെ ദിവസത്തിൽ ഐസ്ക്രീമിന്റെ കൂട്ടത്തിൽ ഇത് കലർത്തി കൊടുക്കുന്ന ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ, ഞാൻ പറഞ്ഞു വരുമ്പോ ഒന്നും വിചാരിക്കരുത്, ചില സ്ഥലങ്ങളിൽ ചില കോഫി ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ കോഫി ഷോപ്പുകൾ വരെ റെയ്ഡ് നടത്തേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. കാരണം കോഫി ഷോപ്പിലൂടെ കുട്ടികളെ മയക്കുമരുന്നിലേക്ക് കൊണ്ടുപോയിരുന്നത് പണ്ട് ബാംഗ്ലൂർ സിറ്റി ആയിരുന്നുവെങ്കിൽ, കൽക്കട്ടയും ബോംബെയുമായിരുന്നെങ്കിൽ, ഇന്ന് മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നു എന്ന് പോലീസ് റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോ ഐസ്ക്രീം പോലും കരുതി മാത്രമേ കഴിക്കാവൂ എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ ഉള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്ര പേടിപ്പിക്കേണ്ടതുണ്ടോ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. വിഴിഞ്ഞം, ഈ വിഴിഞ്ഞത്ത് നമ്മുടെ പോർട്ട് തുടങ്ങിയത് മുതലാണ് ഇത് ഏറ്റവും കൂടുതൽ വന്നത് എന്ന് മറ്റൊരു റിപ്പോർട്ട്. ഈ പറയുന്ന ഓരോ ട്രെയിനുകളിലും ഇതിന്റെ കാരിയേഴ്സ് ഉണ്ട് എന്ന് റിപ്പോർട്ട്. ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെങ്കിലും ഒന്ന് മാറി നിൽക്കണമെങ്കിൽ സമൂഹം എന്തോ ആകട്ടെ എന്നതല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം.